ഹായ് ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്ന മോട്ടറോള G85 5G എന്ന ഫോണിന്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും ഈ ഫോണിനെ കുറിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഇതേപോലത്തെ വീഡിയോസ് ഒക്കെ ലഭിക്കാനായിട്ട് ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഈ വീഡിയോക്ക് ലൈക്ക് അടിച്ചേക്കാം. ഇത് 3 കളർ വേരിയന്റിലാണ് ലഭിക്കുന്നത്. ബ്ലൂ, ഗ്രീൻ, ഗ്രേ എന്ന് പറയുന്ന 3 കളർ വേരിയന്റിലാണ് ഈ ഫോൺ ലഭിക്കുന്നത്. ഡ്രാഗൺ ലെതർ ഫിനിഷ് ആണ് വരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം കയ്യിലൊക്കെ പിടിക്കുന്ന സമയത്ത് അത്യാവശ്യം നൈസ് ആയിരിക്കും ഫോൺ യൂസ് ചെയ്യുമ്പോൾ. പിന്നീട് ഇതിന്റെ റാമും സ്റ്റോറേജും എന്ന കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് 8 GB റാമിന് 128 GB ഇന്റേണൽ സ്റ്റോറേജ് ലഭിക്കുന്നുണ്ട്. 12 GB റാമിന് 256 GB സ്റ്റോറേജ് ലഭിക്കുന്നുണ്ട്. പിന്നീട് ഇതിന്റെ ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് 2 ക്യാമറയാണ് ലഭിക്കുന്നത്. അതിൽ ഒരു ക്യാമറ 50 മെഗാ പിക്സലും താഴത്തെ ക്യാമറ 8 മെഗാ പിക്സലും ആണ് വരുന്നത്. അതിൽ തന്നെയാണ് മാക്രോ ഡെപ്ത് സെൻസർ ഒക്കെ ഉള്ളത്. അത് തന്നെയാണ് വൈഡ് ആംഗിൾ ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് ആ ഒരു ക്യാമറയാണ് സഹായിക്കുന്നത്. പിന്നീട് ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് 32 മെഗാ പിക്സലാണ് നമുക്ക് ഫ്രണ്ട് ക്യാമറ ലഭിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോ ഒക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. പിന്നീട് ഇതിന്റെ പ്രൊസസ്സറിലേക്ക് വരുന്ന സമയത്ത് 6S Gen 3 ആണ് വരുന്നത്, സ്നാപ്ഡ്രാഗൺ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൊസസ്സർ തന്നെയാണ്. മിഡ് റേഞ്ച് ഫോണുകളിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൊസസ്സറാണ്. ഗുഡ് പെർഫോമൻസ് ഒക്കെയാണ് ഈ ഒരു പ്രൊസസ്സർ തരുന്നത്. വലിയ ഹൈ എൻഡ് ഗെയിംസ് ഒന്നും കളിക്കാൻ സാധിക്കില്ലെങ്കിൽ അത്യാവശ്യം നോർമൽ ഗെയിംസ് ഒക്കെ കളിച്ചു പോവാം. ബാറ്ററിയിലേക്ക് വരുന്ന സമയത്ത് 5000 mAh ഒരു ബാറ്ററിയാണ് വരുന്നത്. 33 വോൾട്ടിന്റെ ഫാസ്റ്റ് ചാർജറും ലഭിക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂറിനുള്ളിലൊക്കെ ഫുൾ ചാർജ് ആവായിരിക്കും. ഡിസ്പ്ലേന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് 3D കേർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 6.67 ഇഞ്ചിന്റെ ഒരു സ്ക്രീൻ സൈസും വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് തന്നെ ഫോൺ വർക്ക് ആകുന്നതായിരിക്കും. പിന്നെ ഇതിൽ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. സ്പീക്കറിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഡോൾബി അറ്റ്മോസ് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ ആണ് വരുന്നത്. അപ്പൊ ഈ ഫോണ് തരുന്ന സമയത്ത് ആൻഡ്രോയിഡ് 14 ആയിട്ടാണ് തരുന്നത്. IP52 വാട്ടർ റെപ്പല്ലന്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ മോട്ടോന്റെ കുറച്ച് സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഫാമിലി സ്പേസ്, തിങ് ഷീൽഡ്, മോട്ടോർ സെക്യൂർ. അത്യാവശ്യം സെക്യൂരിറ്റിക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ കമ്പനിയാണ് മോട്ടോ. അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഫോണിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 8 GB റാം 128 GB ഇന്റേണലിന് വരുന്നത് 18000 രൂപയാണ്. ബാങ്ക് ഓഫറിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 17000 രൂപയ്ക്ക് ഇത് ലഭിക്കുന്നുണ്ട്. പിന്നീട് 12 GB 256 ഇന്റേണൽ വരുന്നത് 20000 രൂപ വരുന്നുണ്ട്. നമ്മൾ ബാങ്ക് ഓഫറിൽ എടുക്കുന്ന സമയത്ത് 19 രൂപയ്ക്ക് ഈ ഫോൺ നമുക്ക് ലഭിക്കും. ഇതൊക്കെ തന്നെയാണ് ഈ ഫോണിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അത്യാവശ്യം കുഴപ്പമില്ല. ഹൈ എൻഡ് ഗെയിംസ് ഒന്നും ഇതിൽ നടക്കത്തില്ല. അത്യാവശ്യം ഗെയിമുകളൊക്കെ കളിച്ച് വലിയ കുഴപ്പമില്ലാണ്ട് ഈ ഫോൺ കൊണ്ടുപോയി കഴിഞ്ഞാൽ 3 കൊല്ലമൊക്കെ എത്തിക്കാൻ സാധിക്കും. അപ്പോ ഞാൻ എല്ലാം പറഞ്ഞോന്ന് വിശ്വസിക്കുന്നു. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.